എല്ലാം കാമുകിക്ക് വേണ്ടി, കാമുകിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി. കാമുകന് പൊഴുത ലിപ്സ്റ്റിക്കും കമ്മലും മാലയും വളയും ഒക്കെ അണിഞ്ഞ് പെൺവേഷം കെട്ടി പരീക്ഷ എഴുതാനും എത്തി. ഒടുവിൽ വിരലടയാളം പരിശോധിച്ചതോടെ പണിപാളി, കാമുകന് പിടിയും വീണു. പഞ്ചാബിലെ ഫരീദ് കോട്ടിലാണ് സംഭവം. പെൺവേഷത്തിൽ കാമുകിക്ക് പകരം പരീക്ഷ എഴുതാനെത്തിയ കാമുകനാണ് പിടിയിലായത്. ഫാസൽക സ്വദേശി അംഗ്രേസ് സിംഗാണ് കാമുകി പരംജിത് കൗറിന് വേണ്ടി പരീക്ഷ എഴുതാൻ എത്തിയത്. ബാബ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജനുവരി 7 നടത്തിയ പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പായിരുന്നു കാമുകൻ കാമുകിയായി ചമഞ്ഞ് കാമുകിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതാനെത്തിയത്. കോടക്പുര DAV പബ്ലിക് സ്കൂളിൽ വെച്ചാണ് ആരോഗ്യ മേഖലയിലേക്കുള്ള ജോലിക്ക് ഈ പരീക്ഷ സംഘടിപ്പിച്ചത്. കാമുകിയുടെ വ്യാജ വോട്ടർ ID, ആധാർ കാർഡ് എന്നിവയൊക്കെ ഉണ്ടാക്കിയാണ് അംഗ്രേസ് സിംഗ് പരീക്ഷ എഴുതാനെത്തിയത്. ചുണ്ടിൽ ലിപ്സ്റ്റിക് ഒക്കെ പുരട്ടി കമ്മലും മാലയും ഒക്കെ അണിഞ്ഞ് ഒരു സ്ത്രീയായിട്ട് തന്നെയാണ് ഇയാൾ പരീക്ഷാ ഹാളിലെത്തിയത്. ഇയാൾ ആദ്യം മുതൽക്ക് തന്നെ പരീക്ഷ നടത്തിപ്പുകാർക്ക് ചെറിയ തോതിൽ സംശയമൊക്കെ ഉണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ വിരലടയാള പരിശോധനയിലാണ് കള്ളി വെളിച്ചത്തിലായത്. തുടർന്ന് ഇൻവിജിലേറ്റർമാർ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് അവിടെ എത്തിയ പോലീസ് കാമുകനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ മാർഗങ്ങളെക്കുറിച്ചും വിശദമായ പരിശോധന നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എല്ലാം തന്നെ കാമുകിക്ക് വേണ്ടിയാണ് പെൺവേഷത്തിൽ പരീക്ഷ എഴുതാൻ എത്തിയതെന്നാണ് ഒടുവിൽ കാമുകൻ കുറ്റം സമ്മതിച്ചത്. അതേസമയം പരീക്ഷകളിലെ ആൾമാറാട്ടമൊക്കെ ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറുന്നു. ഈയിടയ്ക്കാണ് റെയിൽവേ പരീക്ഷയ്ക്ക് തട്ടിപ്പ് നടത്തിയ ഒരു വിവരങ്ങൾ പുറത്തുവരുന്നത്. അതായത് തട്ടിപ്പ് നടത്താൻ വേണ്ടി പാത്രം ചൂടാക്കി വിരലിൽ വെച്ച് വളരെ വിചിത്രമായ ഒരു തട്ടിപ്പായിരുന്നു ഉദ്യോഗാർത്ഥികൾ ആൾമാറാട്ടത്തിന് നടത്തിയത്. തുടർന്ന് സംഭവം പിടിക്കപ്പെട്ടു. റെയിൽവേയിൽ ജോലി ലഭിക്കാനായി ഉദ്യോഗാർത്ഥികൾ നടത്തിയ ഈ തട്ടിപ്പ് അടപടലം പൊളിയുകയായിരുന്നു. വളരെ വിചിത്രമായ ഈ തട്ടിപ്പ് രീതി പോലീസിനെ പോലും ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ഒരു റെയിൽവേ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്കാണ് ആൾമാറാട്ടം നടത്താൻ ശ്രമം നടത്തിയത്. മത്സര പരീക്ഷയിൽ ജയിക്കാനായി സ്വന്തം കൈയിലെ തള്ളവിരലിലെ തൊലി നീക്കം ചെയ്ത് സുഹൃത്തിന്റെ വിരലിൽ പതിപ്പിച്ച് ആൾമാറാട്ടം നടത്താനായിരുന്നു ഇരുവരുടെയും പദ്ധതി. സംഭവത്തിൽ മനീഷ് കുമാർ, രാജ്ഗുരു ഗുപ്ത എന്നിവരാണ് പിടിയിലായത്. ഗുജറാത്തിലെ ലക്ഷ്മിപുരിൽ നടന്ന റെയിൽവേ ഗ്രൂപ്പ് D പരീക്ഷയ്ക്കിടെയാണ് വിചിത്രമായ ഒരു തട്ടിപ്പ് നടന്നതും. രാജ്ഗുരു ഗുപ്ത പഠനത്തിൽ മികവ് പുലർത്തിയ ഒരു വ്യക്തിയാണ്. തനിക്ക് പകരം മിടുക്കനായ കൂട്ടുകാരനെ കൊണ്ട് പരീക്ഷ എഴുതിച്ചാൽ തനിക്ക് ജോലി നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പദ്ധതികൾ തയ്യാറാക്കിയത്. ബയോമെട്രിക് പരിശോധനയിൽ പിടിക്കപ്പെടാതിരിക്കാൻ മനീഷ് കുമാർ തന്റെ വിരലിലെ തൊലി നീക്കി കൂട്ടുകാരന്റെ വിരലിൽ പിടിപ്പിക്കുകയായിരുന്നു. തുടർന്ന് രാജ്ഗുരു പരീക്ഷ എഴുതിയാൽ ജോലി ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ഇയാൾ പറഞ്ഞതും. ബയോമെട്രിക് പരിശോധനയിൽ വിരലടയാളം ശരിയാകാത്തതിനാൽ രാജ്ഗുരുവിനെ അധികൃതർ തടഞ്ഞുവെച്ചു. രാജ്ഗുരുവിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഇൻവിജിലേറ്റർ വിരൽ പരിശോധിച്ചപ്പോൾ തൊലി അടർന്ന് താഴെ വീഴുകയായിരുന്നു. പരീക്ഷാർത്ഥികളുടെ വിരലടയാളം ആധാർ രേഖകളുമായി പൊരുത്തപ്പെട്ടാൽ മാത്രമേ പരീക്ഷ എഴുതാനൊക്കെ അനുവദിക്കുകയുള്ളൂ. ഇതിനായി മനീഷിന്റെ ഇടത് കൈയുടെ തള്ളവിരലിലെ തൊലി ചെത്തിയെടുത്ത് രാജ്ഗുരുവിന്റെ വിരൽ ഒട്ടിച്ചു വെക്കുകയായിരുന്നു. തുടർന്ന് അടുപ്പിൽ വെച്ച പാത്രത്തിൽ വിരൽ മുട്ടിച്ച് കുമിളയായപ്പോൾ ചെത്തിയെടുത്തെന്നാണ് പ്രതി പോലീസിനോട് അറിയിച്ചത്. തൊലി ഒരു കൂടിലാക്കി ഇരുവരും വഡോദരയിലെ തീവണ്ടിയിലെത്തി. പരീക്ഷാ ഹാളിൽ കടക്കും മുമ്പ് രാജ്ഗുരുവിന്റെ വിരലിൽ ഇത് ഒട്ടിച്ചു. എന്നാൽ 2 വട്ടം അടയാളപ്പെടുത്തിയിട്ടും ശരിയാകാതെ വന്നപ്പോൾ പരിശോധകൻ വിരലിൽ സാനിറ്റൈസർ പുരട്ടി. അതോടെ രാജ്ഗുരുവിന്റെ ഒട്ടിച്ചുവെച്ച തൊലി അടർന്ന് താഴെ വീണു. ഇതോടെ പോലീസിൽ അറിയിക്കുകയും 2 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മനീഷ് തൊലി ചെത്തിയതിന് പിന്നാലെ പ്രഥമ ശുശ്രൂഷ നേടിയിരുന്നു. മറ്റാരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടോ എന്നതും സമാനമായ തട്ടിപ്പുകൾ നേരത്തെ നടത്തിയിട്ടുണ്ടോ എന്നുമൊക്കെയായിരുന്നു പോലീസ് അന്വേഷിച്ചത്. നമുക്കറിയാം, ഇതിനു മുൻപും ഇത്തരത്തിൽ സംഭവങ്ങളൊക്കെ വന്നിരുന്നു. അതായത് ആൾമാറാട്ടം നടത്തിയുള്ള പരീക്ഷകളാണ് നടന്നത്. കേരളത്തിൽ അത്തരത്തിൽ MBBS പരീക്ഷയായിരുന്നു ആൾമാറാട്ടം നടത്തിയത്. പരീക്ഷാ ഡ്യൂട്ടിയിലുള്ളവരുടെ ഒത്താശയോടെ തന്നെയായിരുന്നു ഇത്തരത്തിലൊരു ആൾമാറാട്ടം നടത്തിയെന്നാണ് വിവരങ്ങൾ. അസീസ മെഡിക്കൽ കോളേജിലെ പരീക്ഷാ കേന്ദ്രത്തിലായിരുന്നു ഇത്തരത്തിലൊരു തട്ടിപ്പ് നടന്നത്. തുടർന്ന് അസീസിയ മെഡിക്കൽ കോളേജിലെ പരീക്ഷാ കേന്ദ്രം ആരോഗ്യ സർവകലാശാല റദ്ദാക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.